നമുക്കിനി അടുത്ത പ്രോബ്ലം ഒക്കെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബിഗ് ഓ നൊട്ടേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി. ബിഗ് ഓ നൊട്ടേഷൻ ഉണ്ട്, തീറ്റ ഉണ്ട്, പിന്നെ ഒമേഗ ഉണ്ട്. നമുക്കിപ്പോൾ മെയിൻലി അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ 5 ടൈപ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് 3 ടൈപ്സിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതിനകത്ത് വരുന്നത് ഫസ്റ്റ് ബിഗ് ഓ നൊട്ടേഷൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എൻ ഈക്വൽ ടു 3n plus 2. 3n plus 2 എന്നുള്ളതാണ്. അപ്പൊ ബിഗ് ഓ നൊട്ടേഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ബിഗ് ഓ നൊട്ടേഷൻ ആണെങ്കിലും ഒമേഗ ആണെങ്കിൽ തീറ്റ ആണെങ്കിലും അതിന്റെ കണ്ടീഷൻ ആദ്യം എഴുതുക. അപ്പൊ ബിഗ് ഓ നൊട്ടേഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 less than or equal to f of n less than or equal to c into g of n for all n for all n greater than or equal to n0. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നെ ആദ്യം തന്നിട്ടുണ്ട് എഫ് ഓഫ് എൻ്റെ വാല്യൂ. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 3n plus 2 എന്നുള്ളത്. നമുക്ക് ആദ്യം എഴുതേണ്ട കണ്ടീഷൻ എഴുതുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഏതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം എഴുതുക. അതായത് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 3n plus 2. ഇനി ഇതിൻ്റെ അകത്ത് ജി ഓഫ് എൻ, ജി ഓഫ് എൻ ആണ് അടുത്ത് കണ്ടുപിടിക്കുന്നത്. ജി ഓഫ് എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്നിന്റെ ഹയസ്റ്റ് ടൈം ഏതാണെന്ന് വെച്ചാൽ അതാണ് എൻ. ഇതിൻ്റെ അകത്ത് ഇപ്പം എന്നും പിന്നെ ഒരു കോൺസ്റ്റന്റേ കിടക്കുള്ളൂ. അപ്പം എന്നിന്റെ ഹയസ്റ്റ് ടേം എന്ന് പറയും എന്ന് തന്നെ. സപ്പോസ് നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് 3n² plus n plus 2 എന്നാണെങ്കിൽ n² എടുക്കത്തുള്ളൂ. n³ ആണ് കിടക്കുന്നെങ്കിൽ n³ എടുക്കത്തുള്ളൂ. അപ്പൊ എന്നിന്റെ ഹയസ്റ്റ് ടൈം ഏതാന്ന് വെച്ചാൽ അതിനെ എടുക്കുന്നത്. അപ്പം ജി ഓഫ് എൻ എന്ന് പറയുന്നത് n. ഇനി അടുത്ത് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഈ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സെയിം ആണ് നോക്കുന്നത്. ഈ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ പ്രോബ്ലം എഴുതുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിരിക്കും. ഇപ്പൊ n നമ്മൾ ഇതിനകത്തുള്ള ഹയസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് നോക്കാം. 3 ആണ് ഇതിനകത്ത് ഹയസ്റ്റ് കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനേക്കാളും ഒരു വാല്യൂ കൂട്ടിയെടുക്കാം. 3നേക്കാളും കൂടുതലായിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 4. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 4 ആയിരിക്കും എടുക്കുന്നത്. ഇനിയിപ്പം വീണ്ടും നമ്മുടെ കണ്ടീഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്നുള്ളത്. 3n plus 2 less than or equal to സിയുടെ വാല്യൂ 4 into ജി ഓഫ് എൻ എന്ന വാല്യൂ. ജി ഓഫ് എൻ എന്ന് പറയുന്നത് n. ഫോർ ഓൾ n greater than or equal to n0. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കണ്ടീഷനിലോട്ട് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആകുന്നിടം വരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഏതാണ്, എന്നിന്റെ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്കിപ്പം എന്നിന്റെ വാല്യൂ n equal to 1 ആണെങ്കിൽ ഇതിലോട്ട് ഈ തന്ന ഇക്വേഷനിലോട്ട് നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിന്റെ അവിടെ എല്ലാം 1 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ 3 into 1 plus 2 less than or equal to 4 into 1. ഇത് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? 3 plus 2 ചെയ്യുമ്പോൾ 5 കിട്ടും. 5 less than or equal to 4 ആണ് കണ്ടീഷൻ. കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണ്? 5 less than or equal to 4. കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ് വരുന്നത്. ഇനി അടുത്ത എന്നിന്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. എന്നിന്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുമ്പോൾ 3 into 2 plus 2 less than or equal to 4 into 2. ചെയ്യുന്ന എത്രയേ ഉള്ളൂ. നമ്മൾ ഈ തന്ന ഈ ഇക്വേഷനിലോട്ട് നമ്മുടെ വാല്യൂ എന്നിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് കണ്ടീഷൻ ട്രൂ ആവുന്നിടം വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇത് കഴിയുമ്പോൾ 3 into 2 plus 2 എന്ന് ചെയ്യുമ്പോൾ 8. 8 less than or equal to 4 into 2 എന്ന് പറയുന്നത് 8. കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ ട്രൂ ആയെന്ന് വെച്ച് നിർത്തല്ലേ, അടുത്തൊരെണ്ണം കൂടെ ചെക്ക് ചെയ്ത് ട്രൂ ആണെന്ന് ഉറപ്പ് വരുത്തണം. n equal to 3 കേസ് വരുമ്പോൾ 3 into 3 plus 2 less than or equal to 4 into 3 ചെയ്യുമ്പം
11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറഞ്ഞ് വരുമല്ലോ, അതും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ രണ്ടെണ്ണം നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഇക്വേഷൻ എവിടെ വെച്ചാണ് ട്രൂ ആയത്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വെച്ച് കണ്ടീഷൻ ട്രൂ ആയി. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയത് എവിടെ വെച്ചാണ് എഴുതണം? The above equation is true when n greater than or equal to 2. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ n0യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. വീണ്ടും നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഇതെല്ലാം കൂടെ ഈ ഇക്വേഷനിലോട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. 3n പ്ലസ് 2 3n plus 2 less than or equal to 4n, 4 all n greater than or equal to 2. ഇത്രയും വരെ എഴുതി. പിന്നെ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ എന്നാണ്. ഇതാകുമ്പോൾ എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ. എഫ് ഓഫ് എന്റെ വാല്യൂ എന്തുവാ? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 3n പ്ലസ് 2 ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ. ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയുന്നത് ജി ഓഫ് എന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് n ആണ്. ബിഗ് ഓ ഓഫ് n. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നും കേൾക്കുന്നില്ല. അത് പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പം ചെയ്ത പ്രോബ്ലം ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ മിസ്? ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്. ക്ലിയർ ആണോ ഇപ്പം? ക്ലിയർ ആണ്. സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ അതിനെ സ്റ്റോപ്പ് ചെയ്താണ് ഇവിടെ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങളുടെ നോട്ടിന്റെ അകത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി തന്നിട്ടില്ല. നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുത്തറിയും നല്ലതായിരുന്നു.
നോട്ടിൻ്റെ അകത്ത് കിടക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിൽ നിർത്തിയിരിക്കുക. അതെങ്ങനെയാണ് എവിടെ വെച്ചാണ് ട്രൂ ആണെന്നൊന്നും കാണിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പം ഈ ഒരു സ്റ്റൈൽ വേണം ചെയ്യാൻ. ഒന്ന് എഴുതി എടുത്തിട്ട് പറയാമോ? ഓക്കെ മിസ്. അല്ലെങ്കിൽ ഞാൻ ഈ നോട്ട് തന്നെ ഷെയർ ചെയ്ത് ഞാൻ ചെയ്ത പ്രോബ്ലം ഷെയർ ചെയ്താൽ മതിയെങ്കിൽ ഞാൻ അടുത്ത പ്രോബ്ലത്തിലോട്ട് എടുക്കുവാണേ. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ തരാം. നിങ്ങൾ പക്ഷെ ഇത് ചെയ്ത് പഠിക്കണം. അങ്ങനെ ഷെയർ ചെയ്താൽ മതി. അപ്പൊ ഈ ക്ലാസ് മിസ് ആ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു 4n³ പ്ലസ് 2n പ്ലസ് 3. ഇനി നമ്മൾ ഇതിനെ സെയിം സ്റ്റെപ്പ് തന്നെ കണ്ടീഷൻ അതേ ബിഗോയുടെ കണ്ടീഷൻ എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. അപ്പൊ ഇതിൻ്റെ അകത്ത് എഫ് ഓഫ് എൻ്റെ വാല്യൂ എഴുതാം. എഫ് ഓഫ് എൻ ഈക്വൽ ടു 4n³ പ്ലസ് 2n പ്ലസ് 3. ഇതിൻ്റെ അകത്ത് ജി ഓഫ് എൻ എന്ന് പറയുന്നത് എന്നിൻ്റെ ഹയസ്റ്റ് ടേം. എന്നിൻ്റെ ഹയസ്റ്റ് ടേം എന്ന് പറയുന്നത് n³. ഇതിൻ്റെ അകത്ത് ഇപ്പം 4n³ പ്ലസ് 2n പ്ലസ് 3 ആണ്. അപ്പം n കൊണ്ട് n³ ആണുണ്ട്. അതിനകത്ത് ഹയസ്റ്റ് എന്ന് പറയുന്നത് n³ ആണ്. ഇനി അടുത്ത് സി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ബിഗോയുടെ കണ്ടീഷനിൽ ഇതിനകത്ത് ഉള്ള കോൺസ്റ്റന്റ് ഏതാന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരു വാല്യൂ കൂടും. ഇതിനകത്ത് 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഏതാണ് ഹയസ്റ്റ് വാല്യൂ? 4 ആണ്. 4നേക്കാൾ ഒരു വാല്യൂ കൂട്ടിയെടുക്കാം. സി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കും. ഇനി വീണ്ടും ഫസ്റ്റ് കണ്ടീഷനിലോട്ട് ഈ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വരുമ്പോൾ 4n³ പ്ലസ് 2n പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5n³ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. ഇനിയിപ്പോൾ അടുത്ത കണ്ടീഷൻ ഇനിയിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്നിന്റെ വാല്യൂ 1ഉം 2ഉം 3ഉം ഒക്കെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടീഷൻ എവിടെ വെച്ചാണ് ട്രൂ ആണെന്ന് ഒരു പ്രാവശ്യം ട്രൂ ആണെന്ന് വെച്ച് നിർത്തല്ലേ, അടുത്ത ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്ത് ട്രൂ ആണെന്ന് എൻഷുർ ചെയ്തിട്ട് നമ്മൾ എന്നിന്റെ വാല്യൂ ഫൈനലൈസ് ചെയ്യാവുള്ളൂ. അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ഇഫ് n ഈക്വൽ ടു 1 അങ്ങനെ ആകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ 4 into 1 പ്ലസ് 2 into 1 പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 into 1³ ഇപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് LHS ആയിട്ട് കിട്ടുന്നത് 6 + 3 എന്ന് പറയുന്നത് 9ഉം RHS എന്ന് പറയുന്നത് കിട്ടുന്നത് 5 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഇനി അടുത്ത n ഈക്വൽ ടു 2 ചെയ്യുമ്പോൾ n ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 4 into 2³ പ്ലസ് 2 into 2 പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 into 2³ അങ്ങനെ ചെയ്യുമ്പോൾ 39 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40. കണ്ടീഷൻ ട്രൂ ആയി. ഇവിടെ ഒന്ന് നിർത്തല് ഒരു കണ്ടീഷൻ നമ്മൾ ട്രൂ ആണെന്ന് കാണിക്കണം.
ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കും, അത് കഴിയുമ്പോൾ ഫോൾസ് ആയി വരാറുമുണ്ട്. അതുകൊണ്ടാണ് രണ്ടെണ്ണെങ്കിലും ട്രൂ ആയിട്ട് കാണിച്ചിട്ടേ നമ്മൾ നിർത്താവുള്ളൂ. ഇനിക്കുള്ള 3 ചെയ്യുമ്പോൾ 4 into 3q plus 2 into 3 plus 3 less than or equal to 5 into 3q ചെയ്യുമ്പോൾ 117 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 135 എന്ന് പറഞ്ഞു വരും. അത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എവിടെ വെച്ചാണ് ട്രൂ ആയത്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയപ്പോൾ തൊട്ട് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പം therefore n0 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു വരും. ഇനി വാല്യൂ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4n³ plus 2n plus 3 less than or equal to 5n³ for all n greater than or equal to 2. Therefore f of n equal to big O of g of n. f of n value is 4n³ plus 2n plus 3 equal to big O of g of n value n³. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഞാനിപ്പോ എല്ലാ ക്വസ്റ്റ്യനും ഇതിനകത്ത് നമ്മുടെ നോട്ടിന്റെ അകത്ത് ഇങ്ങനെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇത് ഇങ്ങോട്ട് ഞാനിപ്പോ ഈ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന നോട്ട് ഞാൻ ഷെയർ ചെയ്ത. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ. f of n equal to 2 raised to n plus 1. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി ആദ്യ കണ്ടീഷൻ ചെയ്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കണം ബിഗ് ഓയുടെ കണ്ടീഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ബിഗ് ഓ ആണെങ്കിലേ ഈ കണ്ടീഷൻ എഴുതാവുള്ളൂ. ഇനി എഫ് ഓഫ് എൻ്റെ വാല്യൂ എന്താ നമുക്ക് അറിയാവുന്നത്? 2 raised to n plus 1. എഫ് ഓഫ് എന്ന് പറയുന്നത് 2 raised to n plus 1. ഇനി ജി ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരും. n എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കാം. നോർമലി നേരത്തെ ചെയ്തതിൻ്റെ അകത്തെല്ലാം n² n³ ഒക്കെ പോകുന്ന ആ ടേം അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ കിടക്കുന്നത് 2 raised to n എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആ കോൺസ്റ്റന്റ് എക്സ്പോണൻഷ്യലിനെ കളയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ജി ഓഫ് എൻ്റെ വാല്യൂ 2 raised to n എന്ന് പറഞ്ഞ് എഴുതും. ഇനി അടുത്ത് സിയുടെ വാല്യൂ ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ഏതാ കിടക്കുന്നത്? 1 ആണ് കിടക്കുന്നത്. അപ്പൊ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുണ്ട് ഒരു വാല്യൂ 2 എന്ന് പറഞ്ഞ് എഴുതും. ഇനി അടുത്ത് വീണ്ടും നമ്മൾ നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 raised to n plus 1 less than or equal to 2 into 2 raised to n for all n greater than or equal to n0. നോക്കുക, എന്നിന്റെ വാല്യൂ ഇപ്പം 1 ആണെങ്കിൽ LHS ചെയ്യുമ്പോൾ 2 raised to 1 plus 1 2 square എന്ന് പറയുമ്പോൾ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 into 2 raised to n എന്ന് പറയുമ്പോൾ 4 വീണ്ടും അത് തന്നെ 4 വരും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ വരും. കണ്ടീഷൻ ട്രൂ. ഈ അടുത്തത് n ഈക്വൽ ടു 2ന്റെ കേസിൽ 2 raised to 2 plus 1 2 raised to 2 plus 1 2 cube. 2 cubeന്റെ വാല്യൂ 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 into 2 raised to 3 അല്ലെ 2 raised to 2 into 2 raised to 2 എന്ന് പറയുമ്പോൾ 2 into 4 എന്ന് പറഞ്ഞ വരും. 2 into 4 എന്ന് പറയുമ്പോൾ 8 തന്നെ വരും. ആ കണ്ടീഷൻ 2 ആണ്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ 2 ആയത് ഇവിടെ വെച്ചാൽ n greater than or equal to 1 വെച്ച് തന്നെ കണ്ടീഷൻ 2 ആയി. അപ്പം വീണ്ടും ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലാസ്റ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് O ഓഫ് ജി ഓഫ് എൻ.
എഫ് ഓഫ് എൻ്റെ വാല്യൂ 2 raised to n plus 1 equal to big O of 2 raised to n. ഇത് ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഈസ് 2 raised to 2n equal to big O of 2 raised to n. നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കാന്നുള്ളത്. നമുക്ക് നോക്കേണ്ടത് ആദ്യം ബിഗ് ഓയുടെ ക്വസ്റ്റ്യൻ ആവാന്നിരിക്കാം. അപ്പം നമ്മൾ ആദ്യം എഴുതുന്നത് ബിഗ് ഓയുടെ കണ്ടീഷൻ തന്നെ ആദ്യം എഴുതുന്നത് 0 less than or equal to f of n less than or equal to c into g of n. ഇനി ഇതിൻ്റെ അകത്ത് ബിഗ് ഓയുടെ എഫ് ഓഫ് എൻ എന്തുവായിരിക്കും? എഫ് ഓഫ് എൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 raised to 2n. ഇനി ജി ഓഫ് എൻ, ജി ഓഫ് എൻ എന്തുവായിരിക്കും? ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ എന്നാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ജി ഓഫ് എൻ്റെ വാല്യൂ 2 raised to n. ഇനി വീണ്ടും ഇത് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 less than or equal to 2 raised to 2n less than or equal to c into 2 raised to n. നമ്മൾ ഇതിനകത്ത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കൊന്നും വേണ്ട. ഇനി എടുത്ത് 4 all n greater than or equal to n0. ഇനി ഇതിൻ്റെ അകത്ത് 2 raised to 2n. ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അതായത് 2 raised to 2n equal to big O of 2 raised to n ആണോ അല്ലെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പം 2 raised to 2n എന്നുള്ളത് നമുക്ക് 2 raised to n into 2 raised to n എന്ന് എഴുതിക്കൂടെ. അതായത് a raised to m into a raised to n equal to a raised to m plus n. ആഡ് ചെയ്യുമ്പോൾ 2 raised to n into 2 raised to n എന്ന് പറയും. 2 raised to n plus n ചെയ്യുമ്പോൾ 2 raised to 2n എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇത് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനിലൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കുക 2 raised to n 2 raised to n less than or equal to c into 2 raised to n. ഈ രണ്ട് സൈഡിൽ നിന്ന് 2 raised to n നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാലൻസ് എന്ത് വരും? 2 raised to n less than or equal to c. 4 all n greater than or equal to n0. ഇനി നമ്മൾ നോക്കണ്ടേ എവിടെയെങ്കിലും വെച്ച് ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഈ ഒരു കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് നമുക്കൊരു വാല്യൂ ഈ കണ്ടീഷൻ എവിടെയെങ്കിലും വെച്ച് ട്രൂ ആവുമോ? അതായത് സിയുടെ ഏതെങ്കിലും വാല്യൂ ഇട്ടാൽ പോലും ഒരിക്കലും നമ്മൾ കണ്ടീഷൻ ട്രൂ ആയിട്ട് നിൽക്കില്ല. കോൺസ്റ്റന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇപ്പം 5 ഇട്ടാലും 5 ആയിട്ട് തന്നെ വാല്യൂ ചേഞ്ച് ആകുന്നേ ഇല്ല. എന്നിന്റെ വാല്യൂ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഒരു വാല്യൂ ഈ കണ്ടീഷൻ ട്രൂ ആകുന്ന കണ്ടീഷൻ വരത്തില്ല. അങ്ങനെ വരുമ്പോൾ 2 raised to 2n not equal to big O of 2 raised to n. ഒരു വാല്യൂ നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആകുന്ന കണ്ടീഷൻ വരത്തേ ഇല്ല. അതുകൊണ്ടാണ് 2 raised to n not equal to big O of 2 raised to n എന്ന് പറഞ്ഞാൽ. ഇത് ക്ലിയർ ആണോ? ഇത് പ്രൂവ് ചെയ്ത് കാണിക്കുക. കോൺസ്റ്റന്റ് വാല്യൂ നമുക്കൊന്നും ഇടുന്നില്ല. ഈ കോൺസ്റ്റന്റ് വാല്യൂ ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. നമ്മളിപ്പോ ഒരു വാല്യൂ 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ 5 എന്നുള്ള വാല്യൂ ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. ഇത് ക്ലിയർ ആണോ? ഇനിയിപ്പോ ഒരു കാര്യം കൊണ്ടട്ടെ, ഞാനിപ്പോ പറഞ്ഞതിൻ്റെ അകത്തെല്ലാം ബിഗ് ഓ എന്ന് ബിഗ് ഓയ്ക്കകത്ത് സി എടുക്കുന്നത് ഏത് പോസിറ്റീവ് കോൺസ്റ്റന്റ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളിപ്പം ഞാനിപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരത്തെ ഇതിൻ്റെ അകത്തുള്ള ഹയസ്റ്റ് വാല്യൂ എന്ന് അതിനേക്കാൾ ഒരു വാല്യൂ കൂടുതൽ. ഇപ്പം നിങ്ങൾ പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടുള്ള ഏത് വാല്യൂ എടുത്താലും ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കിട്ടാണ് മാർഗം ഈ ഞാൻ പറഞ്ഞ ഹയസ്റ്റ് ടേം എടുക്കാം. ഹയസ്റ്റ് നമ്പർ പ്ലസ് 1 ചെയ്താൽ മാത്രമേ ആൻസർ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പം 1 എടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ എവിടെയെങ്കിലും വെച്ച് ട്രൂ ആകും.
പക്ഷെ അതിന്റെ അനുസരിച്ച് എന്നിന്റെയും എൻസറുടെ വാല്യൂ കൂടി ചേഞ്ച് ആവും. ഇത് ചേഞ്ച് ചെയ്താലും ഫൈനൽ ആൻസറിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി സ്റ്റെപ്പിന്റെ ഈസിനെസിന് വേണ്ടി മാത്രമാണ് ഈ എടുക്കുന്ന സ്റ്റെപ്പ്. അതായത് കോൺസ്റ്റന്റിന്റെ വാല്യൂ സിയുടെ വാല്യൂ ഇപ്പൊ ഇതിനകത്തുള്ള കോൺസ്റ്റന്റിന്റെ വാല്യൂ +1 ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ചെയ്യുന്നപ്പോൾ ചെയ്തിട്ടാലും പ്രശ്നമില്ല. പക്ഷെ അതിനനുസരിച്ച് എന്നിന്റെ വാല്യൂ ട്രൂ ആകുന്ന കണ്ടീഷൻ മാറും. ചിലപ്പം 5-6 പ്രാവശ്യം ചെയ്താലും ചിലപ്പം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞത്. ചില ക്വസ്റ്റ്യനിൽ ഇത് വർക്കൗട്ട് ആവത്തുമില്ല, അങ്ങനെയും വരുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, is 2n+1 equal to big O of 2n? അടുത്തത് ക്വസ്റ്റ്യൻ 2n equal to big O of 2n എന്നായിരുന്നു. ഈ ക്വസ്റ്റ്യനകത്ത് വീണ്ടും അതുപോലെ തന്നെ ബിഗ് ഓയുടെ കണ്ടീഷൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of n ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു g of n കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് f of ന്റെ വാല്യൂ എന്താന്ന് എഴുതാം. f of n ഈക്വൽ ടു 2n+1. ഇനി g of ന്റെ വാല്യൂ ബിഗ് ഓയ്ക്കകത്ത് എന്താണോ കിടക്കുന്നത് അതാണ് g of n. g of ന്റെ വാല്യൂ 2n. ഇനി അടുത്ത് 2n+1. ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുള്ള ആൻസർ കിട്ടാണ് വേണ്ടത്. നമുക്ക് 2n+1 നമുക്ക് 2 × 2n എന്ന് എഴുതി കൂടെ. അതായത് a(m) × a(n) equal to a(m+1). അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 × 2n+1നെ 2 × 2n എന്ന് എഴുതാം. നമ്മൾ വീണ്ടും ഫസ്റ്റ് ഇക്വേഷനിലോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 2n ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു 2n. ഈ രണ്ട് സൈഡിൽ 2n ക്യാൻസൽ ആവും. ബാലൻസ് വരുന്നത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c. വാല്യൂ നമ്മൾ c ഈക്വൽ ടു 2 തൊട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വാല്യൂ കണ്ടീഷൻ 2 ആയിരിക്കും. 2n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു 2n. കണ്ടീഷൻ 2 ആണ്. സിയുടെ വാല്യൂ 2, എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കേസിൽ കണ്ടീഷൻ 2 ആയിരിക്കും. അപ്പം ബിഗ് ഓ 2n+1 ഈക്വൽ ടു ബിഗ് ഓ ഓഫ് 2n. കണ്ടീഷൻ 2 ആയിട്ട് നമുക്ക് വരും. നേരത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് പോലും നമുക്ക് കണ്ടീഷൻ 2 ആയിട്ട് വരത്തില്ല. നേരത്തെ കേസിൽ വരുന്നേ ഇല്ലായിരുന്നു. ഈ കണ്ടീഷനിൽ വരുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? ഈ നോട്ട് ഞാൻ ഷെയർ ചെയ്തേക്കാവേ. ക്ലിയർ ആണോ? ഇനി ബിഗ് ഓയുടെ ഓൾമോസ്റ്റ് എല്ലാ പാറ്റേൺ നമ്മൾ നോക്കി. ഇനി അടുത്തത് ഒമേഗ. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫൈൻഡ് ബിഗ് ഒമേഗ നൊട്ടേഷൻ ഫോർ ദ ഫോളോയിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒമേഗ നൊട്ടേഷൻ. ഒമേഗ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമായിരിക്കും? ഒരു ക്വസ്റ്റ്യൻ ആണ്. f of n ഈക്വൽ ടു 27n² പ്ലസ് 60n പ്ലസ് 25. ആദ്യം ചെയ്യേണ്ടത് ഏത് നൊട്ടേഷൻ ആണോ എന്ന് വിളിക്കുക, അതിന്റെ കണ്ടീഷൻ എഴുതാം. ഒമേഗയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് f of n greater than or equal to c into g of n greater than or equal to 0. Asymptotic notation
ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ കണ്ടീഷൻ എഴുതാൻ പറ്റൂ. ഈ കണ്ടീഷൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനും പറ്റത്തുള്ളൂ. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ തിയറി പഠിക്കാം, അതിൻ്റെ അത് ഈ കണ്ടീഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ 0. പിന്നെ അത് എഫ് ഓഫ് എൻ്റെ വാല്യൂ, എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് 27 n സ്ക്വയർ പ്ലസ് 16n പ്ലസ് 25. ഇനി ഇതിനകത്ത് ജി ഓഫ് എൻ്റെ വാല്യൂ, ജി ഓഫ് എൻ്റെ വാല്യൂ എന്ത് വരികയായിരിക്കും? എന്നിൻ്റെ ഹയസ്റ്റ് ഇട്ടാണ്, എന്നിൻ്റെ ഹയസ്റ്റ് നമ്മൾ എന്നുകൊണ്ട് എൻ സ്ക്വയർ എടുക്കണം. ഇനി അടുത്ത് സി, സി എന്ന് പറയുന്നത് നേരത്തെ ബിഗോയുടെ കണ്ടീഷനിൽ നമ്മൾ ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഹയസ്റ്റ് കോൺസ്റ്റന്റ് ഏതാണെന്ന് വെച്ചാൽ അതേ +1 ആണ് നമ്മൾ ചെയ്തത്. ഇപ്പം 27 ആണ്, 28 എന്ന് പറഞ്ഞാൽ എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒമേഗയാണെന്ന് വിളിക്കും. ഒമേഗയുടെ കേസിൽ ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് കോൺസ്റ്റന്റ് ഏതാണെന്ന് വെച്ചാൽ ആ സെയിം വാല്യൂ ഒക്കെ എടുക്കുക. ഇതിനകത്ത് ഹയസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 27 ആണ്. 27 അതുപോലെ തന്നെ ഇടുക. ഓയുടെ കേസിൽ നമ്മൾ ഒരു വാല്യൂ കൂട്ടി എഴുതുന്നത്. ഇനിയിപ്പം നിങ്ങൾ ഇതിന് വരെ 27 എടുക്കുന്നതിന് അവർ 1 ഇട്ടാലും ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ എന്നിന്റെ കണ്ടീഷൻ ട്രൂ ആണെന്ന് ചിലപ്പോൾ പെട്ടെന്നൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സി ഈക്വൽ ടു 27 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഒമേഗയുടെ കേസിൽ ഏതാണ് ഹയസ്റ്റ് കോൺസ്റ്റന്റ് ആ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ സി വാല്യൂ ഇടുക. ഇപ്പോൾ ഓയുടെ കേസിലാണ് ആ വാല്യൂ +1 ചെയ്യണം. ഇതിനകത്ത് ഒമേഗയുടെ കേസിൽ 27 ആണ് എടുക്കുന്നത്, 27 തന്നെ ഇടുക. ഇനിയിപ്പോൾ വേയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 27 n സ്ക്വയർ പ്ലസ് 16n പ്ലസ് 25 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 n സ്ക്വയർ. സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയും 27 ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയും n സ്ക്വയർ കൊടുക്കാം. ഇനിയിപ്പം എന്നിൻ്റെ വാല്യൂ 1 ആണ് കേസ്. എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ 27 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു 1 പ്ലസ് 25 ചെയ്യുമ്പോൾ 68 എന്ന് പറഞ്ഞ് കിട്ടും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 ഇൻറ്റു 1 സ്ക്വയർ എന്ന് ചെയ്യുമ്പോൾ 27 തന്നെ വരും. കണ്ടീഷൻ ട്രൂ ആണ്. ഒരു സ്റ്റെപ്പ് ട്രൂ ആയെന്ന് വെച്ച് നിർത്തല്ലേ, അടുത്തൊരെണ്ണം കൂടെ ട്രൂ ആണെന്ന് കാണിക്കണം. n ഈക്വൽ ടു 2 ചെയ്യുക. 2 ചെയ്യുമ്പോൾ 27 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു 2 പ്ലസ് 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 27 ഇൻറ്റു 2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 165 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 108 എന്ന് പറയും. കണ്ടീഷൻ അപ്പോഴും ട്രൂ ആണ്. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ട്രൂ ആണെന്ന് എവിടെ നിന്നിട്ടാണ്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ n0യുടെ വാല്യൂ എന്ത് കിട്ടും? 1. എന്നിട്ട് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇവിടെ വിട്ട് നമ്മൾ 4 ഈ ലൈൻ തന്നെ വീണ്ടും എഴുതുക. 4 ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. therefore f of n ഈക്വൽ ടു ബിഗ് O അല്ല ഒമേഗയാണ്, ഒമേഗ ഓഫ് g of n. f of n ന്റെ വാല്യൂ 27 n സ്ക്വയർ പ്ലസ് 16n പ്ലസ് 25 എന്ന് വരും ഈക്വൽ ടു ഒമേഗ ഓഫ് g of n ന്റെ വാല്യൂ, g of n ന്റെ വാല്യൂ n സ്ക്വയർ. ഇത് ക്ലിയർ ആണോ? നേരത്തെ ബിഗ് Oയുടെ സെയിം പ്രൊസീജിയറിന് കണ്ടീഷൻ ചേഞ്ച് ചെയ്തു. കോൺസ്റ്റന്റ് എടുക്കുന്ന വാല്യൂ ഏതാണ് സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എടുക്കുന്നത്, ഇതിനകത്തുള്ള ഹയസ്റ്റ് കോൺസ്റ്റന്റ് ആ സെയിം വാല്യൂ തന്നെ എടുക്കുക. ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇത് ക്ലിയർ ആണോ? എന്തോ ലാസ്റ്റ് n സ്ക്വയർ എങ്ങനെയാണ് സോമ? ലാസ്റ്റ് ലൈൻ ഒമേഗ n സ്ക്വയർ ഒമേഗ ഓഫ് n സ്ക്വയർ ഇവിടുത്തെ അല്ലേ ചോദിച്ചത്? ഇതാണ് ചോദിച്ചത്. ഒമേഗ ഓഫ് n സ്ക്വയർ, ഒമേഗ ഓഫ് n സ്ക്വയർ വന്ന് g ഓഫ് ന്റെ വാല്യൂ നോക്കാം. ഒമേഗ ഓഫ് g ഓഫ് n, g ഓഫ് n എന്ന് പറയുന്നത് n സ്ക്വയർ എന്ന് പറയും. ഈ n സ്ക്വയർ എങ്ങനെ വന്നെന്നാണ് ചോദിച്ചത്.
ഈ എൻ സ്ക്വയർ വന്നത് ഇവിടുത്തെ എഫ് ഓഫ് എൻ്റെ വാല്യൂ ഏതാന്ന് നോക്കാം. 27n² + 16n + 25. ഇതിൻ്റെ അകത്ത് എന്നിന്റെ ഹയസ്റ്റ് ടേം ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ട്, n ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് ചെയ്ത് വരും n². അതുകൊണ്ടാണ് g ഓഫ് എൻ്റെ വാല്യൂ n² എന്ന് എഴുതിയത്. ഓക്കെ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ. f of n equal to 3 raised to n plus 6n² plus 3n. സെയിം പ്രൊസീജിയർ ആണ് ഒമേഗയുടെ കണ്ടീഷൻ ചെയ്യുക. f of n greater than or equal to c into g of n greater than or equal to 0 for all n greater than or equal to n0. f of n വാല്യൂ എന്താണ്? f of n equal to 3 raised to n plus 6n² plus 3n. ഇനി ഇതിൻ്റെ അകത്ത് g of n വാല്യൂ കണ്ടുപിടിക്കാം. g of n വാല്യൂ എന്ത് വരുമായിരിക്കും? g of n വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നോക്കട്ടെ. 3 raised to n ഉണ്ട്, 6n² ഉണ്ട്, പിന്നെ ഒരു n കിടപ്പുണ്ട്. ഇങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്ന ആ കോൺസ്റ്റന്റുകളെ എല്ലാം കളയാം. എക്സ്പോണൻഷ്യലിന്റെ അകത്ത് കോൺസ്റ്റന്റ് കളയാൻ പറ്റത്തില്ല. അപ്പം 3 raised to n അതുപോലെ തന്നെ ഇടണം. 3 raised നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ n² ആണോ 3 raised to n ആണോ വലുതെന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെന്ന് കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ 3 raised to n വാല്യൂ ഇടുക, 1 ഇട്ട് കൊടുക്കുക, എന്നിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. 3 raised to 1 എന്ന് വാല്യൂ എന്ന് പറയുന്നത് 3. n² വാല്യൂ, എൻ്റെ വാല്യൂ 1 ഇട്ടുക, 1². ഇതിനകത്ത് ഏതാണ് വാല്യൂ വലുത്? 3 raised to n ആണ് വലുത്. അപ്പം g of n വാല്യൂ 3 raised to n എന്ന് പറഞ്ഞു വരും. കോൺസ്റ്റന്റുകളെ കളയാം, പക്ഷെ ഈ ഒരു 3 raised to n അകത്ത് 3നെ നമുക്ക് കളയാൻ പറ്റത്തില്ല. അത് എക്സ്പോണൻഷ്യൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ വാല്യൂ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 3 raised to n എന്ന് പറയുമ്പോൾ 3 കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാതെ ചെയ്യുന്ന ഒറ്റ പ്രൊസീജിയറേ ഉള്ളൂ. ആ കോൺസ്റ്റന്റുകളെ എല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. 3 raised to 1 ആണോ 1² ആണോ വലുത്? 1² കെട്ടിയത് n² അകത്ത് 1ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് വലുതെന്ന് പറയുന്നത് 3ഉം 1ഉം കൂടെ നോക്കുമ്പോൾ 3 ആണ് വലുത്. ആ 3 കിട്ടിയ എവിടുന്നാ? 3 raised to n-ന്റെ അകത്തു നിന്നാണ് 3 കിട്ടിയത്. അപ്പൊ ഇതിനകത്ത് g of n വാല്യൂ 3 raised to n എന്ന് പറയും. ഇനി അടുത്ത കോൺസ്റ്റന്റ് c ഈക്വൽ ടു നമ്മൾ c എന്തെടുക്കുമായിരിക്കും? 6 എടുക്കുമായിരിക്കും. പോട്ടെ, ഞാൻ ഇതിനകത്ത് കോൺസ്റ്റന്റ് ഈ ഒരു സ്റ്റൈല് ചെയ്യാതെ c ഈക്വൽ ടു നമുക്ക് ഏത് പോസിറ്റീവ് കോൺസ്റ്റന്റും എടുക്കാം. ചില ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെയാണ്, ചില ക്വസ്റ്റ്യൻ്റെ അത് പെട്ടെന്ന് കിട്ടാതെ വരും. ഞാനിപ്പം നിങ്ങൾക്ക് 6 എടുക്കുന്നതിന് പകരം ഞാൻ എൻ്റെ അകത്ത് 1 തന്നെ ഇടുക, ആൻസർ കിട്ടും. ചില കേസിൽ മാത്രം എന്നിന്റെ വാല്യൂ ട്രൂ ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. അത് ചേഞ്ച് ആയാലും നമ്മുടെ ഫൈനൽ ആൻസറിന് ഒരിക്കലും എഫക്ട് ചെയ്യത്തില്ല. പിന്നെ ഞാനിപ്പോ ഇതിന് ഈ ക്വസ്റ്റ്യനകത്ത് ഞാൻ c ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ 3 raised to n plus 6n² plus 3n greater than or equal to c into g of n. c ന്റെ വാല്യൂ 1 കൊടുത്തു, 1 into 3 raised to n for all n greater than or equal to n0. ഇതിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 3 raised to n കിട്ടിയല്ലോ. ഇതിനകത്ത് ഇനിയും നമ്മൾ എൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കാം. എന്നിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോൾ 3 raised to 1 plus 6 into 1² plus 3 into 1 greater than or equal to 1 into 3 raised to 1. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് LHS ആയിട്ട് കിട്ടുക 12, RHS കിട്ടുന്നത് 1 into 3 raised to 1 എന്ന് പറയുമ്പോൾ equal to 3 എന്ന് പറയുന്നത് വരും. കണ്ടീഷൻ 2 ആണ്. ഫസ്റ്റ് കണ്ടീഷൻ 2 ആണ്. ഇനി അടുത്തൊരു വാല്യൂ കൂടെ ചെയ്ത് നോക്കണം. n ഈക്വൽ ടു 2 ചെയ്യുമ്പോൾ 39 greater than or equal to 9 എന്ന് പറഞ്ഞു വരും. ആ കണ്ടീഷനും ട്രൂ ആണ്.
നിങ്ങൾ വാല്യൂ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മുടെ ഇതനുസരിച്ചാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എവിടെ വെച്ചാണ് പോവാന്ന് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കേസിൽ പോവാന്നുണ്ട്. അപ്പൊ n0യുടെ വാല്യൂ 1 എന്ന് പറയും. ഇനിയും വീണ്ടും ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മുടെ ഈ ഇക്വേഷനിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3n plus 6n² plus 3n less than or equal to 1 into 3n for all n greater than or equal to 1. Therefore, f of n equal to omega of g of n. അതെന്ന് പറയുന്നത് 3 raised to n plus 6n² plus 3n equal to omega of g of n value 3n. ഇത് കിട്ടും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്ത് ഇപ്പൊ നമ്മള് ബിഗ് O പറഞ്ഞു, ഒമേഗ പറഞ്ഞു. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, കണ്ടീഷൻ ഓർത്തിരിക്കുക. ഒമേഗയുടെ ബിഗ് Oയുടെ കേസിലാണെങ്കിൽ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ഏതാണ്, ആ എഫ് ഓഫിന്റെ അകത്തുള്ള കോൺസ്റ്റന്റ് എന്താ വെച്ചാൽ അതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് കോൺസ്റ്റന്റ് പ്ലസ് 1 ചെയ്യുക. ഒമേഗയുടെ കേസിലാണെങ്കിൽ കണ്ടീഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് കോൺസ്റ്റന്റ് എടുക്കുന്നത് സി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് കോൺസ്റ്റന്റ് ആവുക വെച്ചാൽ ആ സെയിം കോൺസ്റ്റന്റ് തന്നെ എടുക്കാം. ഇനി ഇപ്പൊ അടുത്തത് തീറ്റ. തീറ്റ നൊട്ടേഷൻ ചെയ്യുമ്പോൾ തീറ്റയുടെ കേസിൽ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് n ഈക്വൽ ടു 3n plus 2. കണ്ടീഷൻ തീറ്റയുടെ കണ്ടീഷൻ വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c1 into g of n less than or equal to f of n less than or equal to c2 into g of n. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി ഇത് നോക്കുക, ഇതിൻ്റെ അകത്ത് കണ്ടീഷനുകളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും പഴയ സാധനങ്ങളായിട്ട് വരുന്നുണ്ടോ? c1 into g of n less than or equal to f of n. ഇത് ബിഗ് O ആണോ ഒമേഗയാണോ? ഇത്രയും മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒമേഗയാണോ O ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ബിഗ് O c1 into g of n less than or equal to f of n. ഇത്രയും മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതെന്ന് പറയുന്നത് ഒമേഗയുടെ കണ്ടീഷനാണ്. ഇനിയിപ്പം ഈ ഒരെണ്ണം മാത്രം എടുക്കുക, എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ഇതെന്ന് പറയുന്നത് ബിഗ് ഓയുടെ കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം സ്പ്ലിറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒമേഗയുടെ വെച്ച് ചെയ്യും, പിന്നെ രണ്ട് O വെച്ച് ചെയ്യും. ഒരുമിച്ച് നമ്മൾ തീറ്റ ചെയ്യത്തില്ല. c1 into g of n less than or equal to f of n for all n greater than or equal to n0. ഇതിൻ്റെ അകത്ത് എഫ് ഓഫ് ന്റെ വാല്യൂ എന്താ? ഇതിനകത്ത് കോമൺ ആയിട്ട് തന്നെ എഫ് ഓഫ് ന്റെ വാല്യൂ എന്തായിട്ട് വരും? 3n plus 2. g of ന്റെ വാല്യൂ 3n plus 2 ൻ്റെ അകത്ത് n ആണ് ഹയസ്റ്റ്, n തന്നെ. ഇനി c1 എന്ന് പറയുന്നത് എന്താ? ഇതിപ്പം ഒമേഗയുടെ കേസാ. c1 എന്ന് പറയുന്നത് ഒമേഗയുടെ കണ്ടീഷനായിട്ടായിരുന്നു. ഒമേഗയുടെ കണ്ടീഷൻ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒമേഗയ്ക്ക് അത് പറയുന്നത് ഏതാണോ ഹയസ്റ്റ് കോൺസ്റ്റന്റ് അത് തന്നെ സെയിം എടുക്കാം. അപ്പം ഹയസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ സെയിം വാല്യൂ തന്നെ എടുക്കും. c1 ന്റെ വാല്യൂ 3. ഇത് ചെയ്ത് വരുമ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n plus 2. എന്നിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടീഷൻ ട്രൂ ആവും, 2 ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടീഷൻ ട്രൂ ആവും. അങ്ങനെ ആകുമ്പോൾ n0യുടെ വാല്യൂ എന്ത് കിട്ടും?
1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 3n less than or equal to 3n plus 2 for all n greater than or equal to 1. ഇതിപ്പം ഫസ്റ്റ് ഒമേഗയുടെ മാത്രം ചെയ്തു. ഇനിയിപ്പം ബാക്കി സെക്ഷൻ ചെയ്യണം. ഓയുടെ കണ്ടീഷൻ ചെയ്യണം. അപ്പൊ ഓയുടെ കണ്ടീഷൻ ചെയ്യുക f of n less than or equal to c2 into g of n. f of n ന്റെ വാല്യൂ അറിയാം, c2 ന്റെ g of n ന്റെ വാല്യൂ അറിയാം. c2 ന്റെ വാല്യൂ എന്തായിരിക്കും? ഈ c2 എന്ന് പറയുന്ന ഓയുടെ കണ്ടീഷൻ വരുന്നു. ഓയുടെ കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ ഉള്ള ഹയസ്റ്റ് കോൺസ്റ്റന്റ് പ്ലസ് 1 എടുക്കുക. അപ്പൊ ഹയസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 പ്ലസ് 1 ചെയ്യുമ്പോൾ 4 എന്ന് പറയുന്നത് c2 ന്റെ വാല്യൂ 4 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കണ്ടീഷൻ വെച്ച് ചെയ്യുമ്പോഴും വീണ്ടും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3n plus 2 less than or equal to 4n. ഈ കണ്ടീഷൻ നോക്കുമ്പോൾ എന്നിന്റെ വാല്യൂ 1 വെച്ച് ചെയ്യുമ്പോൾ 3 into 1 plus 2 less than or equal to 4 into 1 കണ്ടീഷൻ ഫോൾസ് ആണ്. ഇനി n equal to 2 ചെയ്യുമ്പോൾ 3 into 2 plus 2 less than or equal to 4 into 2 കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാകുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്, n0യുടെ വാല്യൂ 2 ആയിട്ട് വരും. ഇനി നോക്കേണ്ടത് നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ കിട്ടി. ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെന്ന് n equal to 1 സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെന്ന് n equal to 2 ആ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എവിടെ തൊട്ടാണ് ട്രൂ ആകുന്നത്? കോമൺ ആയിട്ട് n equal to n0യുടെ വാല്യൂ 2 തൊട്ട് എല്ലാ കണ്ടീഷനും ട്രൂ ആയിരിക്കും. ഫസ്റ്റ് ഒമേഗ ചെയ്തപ്പോഴത്തേന് ഇവിടെ ഇത് ചെയ്തപ്പോൾ നമുക്ക് n0 equal to 1 കിട്ടി. ഇവിടെ ചെയ്തപ്പോൾ n0 equal to 2 കിട്ടി. ഇത് രണ്ടിൻ്റെ അത് കോമൺ ആയിട്ട് എവിടെ തൊട്ടായിരിക്കും ട്രൂ ആകുന്നത്? n0 equal to 2 തൊട്ട് എല്ലാ കണ്ടീഷനും ട്രൂ വരും. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതേണ്ടത് 3n less than or equal to 3n plus 2 less than or equal to 4n. ഇത് എഴുതിയത് ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ചെയ്തു. for all n greater than or equal to 2, c1 equal to 3, c2 equal to 4, n0 equal to 2. Therefore, f of n equal to theta of g of n. So 3n plus 2 equal to theta of g of n value n എന്ന് പറഞ്ഞാൽ കിട്ടും. ഇത് ക്ലിയർ ആണോ? ഇത് ചെയ്യേണ്ടത് ആദ്യം കണ്ടീഷൻ എഴുതാ. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ വേണം എഴുതാൻ. ഈ പാർട്ട് എന്ന് പറയുന്നത് ഒമേഗയും നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഓയും ആണ്. സ്പ്ലിറ്റ് ചെയ്ത് തന്നെ നമ്മൾ കണ്ടീഷൻ ട്രൂ ആകുന്നത്. ഇപ്പൊ രണ്ട് കണ്ടീഷൻ എവിടെ നിന്ന് രണ്ട് കണ്ടീഷൻ ഒരുപോലെ ട്രൂ ആകുന്ന ആയിരിക്കണം നമ്മുടെ n0 വാല്യൂ. ഇവിടെ ചെയ്തപ്പോൾ ഫസ്റ്റ് ഒമേഗ വെച്ച് ചെയ്തപ്പം n0യുടെ വാല്യൂ 1 വെച്ചാണ് ട്രൂ ആയത്. ഓ വെച്ച് ചെയ്തപ്പം n0യുടെ വാല്യൂ 2 തൊട്ടേ ട്രൂ ആവുന്നു. അപ്പൊ രണ്ടും കോമൺ ആയിട്ട് ട്രൂ ആവുന്ന കേസ് എന്ന് പറയുന്നത് n0യുടെ വാല്യൂ 2 തൊട്ട് എല്ലാ കണ്ടീഷനും ട്രൂ ആയിരിക്കും. അപ്പൊ n0യുടെ വാല്യൂ 2 എടുക്കത്തുള്ളൂ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് ആണ്. നിങ്ങൾക്ക് ഇന്ന് അടുത്ത ക്ലാസ് ഉണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞത് നടത്തുവാണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ തീറ്റയുടെ തന്നെയാണ്. f of n equal to 3 into 2 raised to n plus 4n square plus 5n plus 2. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട തീറ്റയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ആദ്യം എഴുതേണ്ട ഏത് കണ്ടീഷൻ അതിന്റെ കണ്ടീഷൻ, അതുപോലെ ഇപ്പൊ ഏത് നൊട്ടേഷൻ അതിന്റെ കണ്ടീഷൻ എഴുതുക. ഇപ്പൊ തീറ്റ ആണെങ്കിൽ തീറ്റയുടെ നൊട്ടേഷൻ എഴുതുക, ഒമേഗ ആണെങ്കിൽ ഒമേഗയുടെ നൊട്ടേഷൻ എഴുതുക, ഓ ആണെങ്കിൽ ഓയുടെ നൊട്ടേഷൻ എഴുതുക. ഇപ്പൊ നമുക്ക് തീറ്റ ആണ് ക്വസ്റ്റ്യൻ എഴുതുന്നിരിക്കാം.
0 less than or equal to C1 into G of n less than or equal to F of n less than or equal to C2 into G of n for all n greater than or equal to n0. ഇനി ഈ പാർട്ട് മാത്രമായിട്ട് എഴുതാം, അതായത് ഒമേഗയുടെ പാർട്ട് മാത്രമായിട്ട് ചെയ്യുക. C1 into G of n less than or equal to F of n for all n greater than or equal to n0. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് ന്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് അറിയാം. രണ്ടിൻ്റെ അത് കോമൺ ആയിട്ട് എഫ് ഓഫ് ജി ഓഫ് കോമൺ സെയിം തന്നെ ആയിരിക്കും. 3 into 2 raised to n plus 4n square plus 5n plus 2. ഇനി ജി ഓഫ് ന്റെ വാല്യൂ ഏതെടുക്കുമായിരിക്കും? n ഉണ്ട്, n സ്ക്വയർ ഉണ്ട്, 2 raised to n ഉണ്ട്. അപ്പം നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാത്തിനും n സ്ക്വയറും 2 raised to n ആണ് ഇപ്പോൾ ഡൗട്ട് വരുന്നത്. 2 raised to n ഉണ്ട്, n സ്ക്വയർ. ഇതിനകത്ത് ഏതാണ് ഹൈസ്റ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, വാല്യൂ 1 ഇട്ട് കൊടുക്കുക. എന്നിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. 2 raised to 1 ആണോ 1 സ്ക്വയർ ആണോ വില നമുക്ക്? 2 raised to 1 ആണോ വില? അപ്പം 2 raised to n ആയിരിക്കും നമ്മുടെ ജി ഓഫ് എൻ. ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. രണ്ടിന്റെ കേസിൽ 1 ഇട്ട് കൊടുക്കുക. അപ്പൊ അതിൻ്റെ അത് ഏതാണ് ഹൈസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ 2 raised to n ആയിരിക്കും നമ്മുടെ ജി ഓഫ് എൻ. ഇനി ഇതിൻ്റെ അത് C1 വാല്യൂ ഫസ്റ്റ് പാർട്ട് നമുക്ക് വരുന്നത് ഒമേഗയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒമേഗ ഇത്രയും സമയം പറഞ്ഞതിനകത്ത് അനുസരിച്ചാണെങ്കിൽ ഇതിനകത്തുള്ള ഹയസ്റ്റ് കോൺസ്റ്റന്റ് ഏതാണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ എഴുതുക. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഹയസ്റ്റ് കോൺസ്റ്റന്റ് ഇട്ട് ഇപ്പോഴൊന്നും ട്രൂ അതിൽ ചെയ്തു, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ ചിലപ്പം ഫസ്റ്റ് കണ്ടീഷനിലോ സെക്കൻഡ് കണ്ടീഷനിലോ ഒന്നും ട്രൂ ആകത്തില്ല. ഒരു 10 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ട്രൂ ആകത്തുള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് തന്നെ നോക്കിയാൽ ഞാൻ പഠിപ്പിച്ച സ്റ്റൈലിൽ തന്നെ ചെയ്തു. പക്ഷെ ട്രൂ ആകുന്നിടം വരെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഈക്വൽ ടു ഹയസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് 5 ആണ്. 5 ഇട്ട് കൊടുത്താൽ C1 വാല്യൂ 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ട്രൂ ആകത്തില്ല. ഇപ്പോൾ 10-ലോ 11-ലോ ഒന്നാണ്ടോ ആണ് ട്രൂ ആകുന്നത്. ഇപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൻ്റെ അതുള്ളതുകൊണ്ട് എനിക്ക് C1 വാല്യൂ കറക്റ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതുക. C1 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കൊടുക്കുക. 3 ഇട്ട് കൊടുക്കുമ്പം n0യുടെ വാല്യൂ 1 ആകുമ്പോൾ തന്നെ കണ്ടീഷൻ 1 ആകുമ്പോൾ തന്നെ ട്രൂ ആകുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ വാല്യൂ 6 C1 വാല്യൂ നമ്മൾ പഠിച്ചനുസരിച്ച് 5 ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതിനനുസരിച്ച് എന്നിന്റെ വാല്യൂ ട്രൂ ആകുന്നത് ചേഞ്ച് ആവും. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒന്നും കിട്ടത്തില്ല. ഈ ക്വസ്റ്റ്യന് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടുന്നത് ഏകദേശം 10 ഒക്കെ ആകുമ്പോഴേ ട്രൂ ആകത്തുള്ളൂ. നിങ്ങൾ നിർത്തല്ലേ, ട്രൂ ആകുന്നിടം വരെ ചെയ്ത് കാണിക്കണം. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ ചെയ്യുമ്പോൾ n0യുടെ വാല്യൂ 1 C1 വാല്യൂ 3 ഇട്ട് എഴുതാൻ എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ തന്നെ ട്രൂ ആകുന്നുണ്ട്. ഇനി ഇപ്പൊ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ബാക്കി പോർഷൻ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 into G of n. C2ന്റെ വാല്യൂ നമ്മൾ സാറിന് എടുക്കാറുള്ളത് ഹയസ്റ്റ് കോൺസ്റ്റന്റ് +1 ആണ്. C2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓയുടെ നൊട്ടേഷൻ. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 + 1 എന്ന് പറയുന്നത് 6 ആണ് വേണമെന്ന് അതിൻ്റെ ഈ കണ്ടീഷൻ ചെയ്യുമ്പോൾ ചിലപ്പം ട്രൂ ആകില്ല. ഈ ഒരു ക്വസ്റ്റ്യന് മാത്രമേ ഈ ഒരു ട്വിസ്റ്റ് വന്നിട്ടുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പം പറഞ്ഞ കണ്ടീഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ ഏകദേശം 1 or 2 n equal to 1-ലോ 2-ലോ ഒക്കെ ട്രൂ ആകാറുണ്ട്. പക്ഷെ ഈ കണ്ടീഷൻ ട്രൂ ആകത്തില്ല. ആയിട്ടില്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ സിയുടെയും എന്നിന്റെ വാല്യൂ ഒന്ന് കാണാതൊന്നും പഠിച്ചു നോക്കേണ്ട കാര്യമില്ല. ഞാൻ പഠിപ്പിച്ച അതേ സ്റ്റൈലിൽ തന്നെ ചെയ്താൽ മതി. പക്ഷെ അതിനനുസരിച്ച് എന്നിന്റെ വാല്യൂ ചേഞ്ച് ആവും. ഇതിനകത്ത് ഇപ്പം ഞാൻ C2ന്റെ വാല്യൂ 10 കൊടുക്കുവാണെങ്കിൽ ഏത് പോസിറ്റീവ് കോൺസ്റ്റന്റ് വേണമെങ്കിൽ കൊടുക്കാം. C2 = 10 കൊടുത്തു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 ആകുമ്പോഴേ കണ്ടീഷൻ ട്രൂ ആവും. ഇപ്പൊ രണ്ട് കണ്ടീഷനും നമുക്ക് n = 1ന്റെ കേസിൽ തന്നെ ട്രൂ ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 3 × 2 raised to n plus 4 raised to n square 4n square plus 5n plus 2 less than or equal to 10 × 2 raised to n for all
n greater than or equal to 1. അപ്പൊ നമ്മൾ ഈ രണ്ട് കണ്ടീഷനും ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3 into 2 raised to n less than or equal to 3 into 2 raised to n plus 4n square plus 5n plus 2 less than or equal to 10 into 2 raised to n. For all n greater than or equal to 1, c1 equal to 3, c2 equal to 10 and n0 equal to 1. സി എന്ന് പറയുന്ന ഏത് പോസിറ്റീവ് കോൺസ്റ്റന്റും എടുക്കാം. നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ചെയ്തത്. നിങ്ങൾ അതേ പ്രൊസീജിയറിനെ ഫോളോ ചെയ്ത്, പക്ഷെ ഇപ്പോഴൊന്നും ട്രൂ ആകാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു 10 ഒക്കെ ആകുമ്പോഴേ n=10 ഒക്കെ ആകുമ്പോഴേ ട്രൂ വരുന്നുള്ളൂ. പക്ഷേ ഈ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അതുപോലെ ആ C2വിന്റെ വാല്യൂ എഴുതിയിട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ ഷെൽ ചെയ്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. ഫൈനൽ ആൻസർ സെയിം തന്നെ വരത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ തീറ്റ ലാസ്റ്റ് എന്ത് വരും? എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ്റെ വാല്യൂ അതുപോലെ തന്നെ എഴുതാം. ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതാം. തീറ്റ ഓഫ് ജി ഓഫ് എൻ്റെ വാല്യൂ ജി ഓഫ് എൻ്റെ വാല്യൂ ഇതിനകത്ത് വരുന്നത് 2 raised to n. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇത് ക്ലിയർ ആണോ? ഇത് ചെയ്ത് നോക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ചെയ്ത് നോക്കണേ. ഇതിപ്പോ നമ്മള് അസിംപ്റ്റോട്ടിക് റൊട്ടേഷന്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആക്കി. ഈ നോട്ട് ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം. ഇത് പ്രോബ്ലം ഇതിനകത്ത് നമ്മുടെ PDF-നകത്ത് കിടക്കുന്നത് അത് കറക്റ്റ് എന്നിന്റെ വാല്യൂ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല. അത് നോക്കിയാലും മനസ്സിലാകത്തില്ല. ഞാൻ ഇതിന്റെ റിട്ടേൺ നോട്ട് അയച്ചേക്കാം. നിങ്ങളത് ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ക്ലിയർ ആകത്തില്ല. നിങ്ങളിപ്പോ നോക്കുമ്പോൾ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ചെയ്ത് തന്നെ പഠിക്കണം. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണേ. ഓക്കെ, താങ്ക് യു. Thank you.